ധർമ്മ സന്ദേശയാത്രയുടെ സമാപന സമ്മേളനം പുത്തരിക്കണ്ടം മൈതാനിയിൽ നടത്താൻ അനുമതി നിഷേധിച്ച് തിരുവനന്തപുരം നഗരസഭ. പണം അടച്ച് രസീത് വാങ്ങിയതിനു ശേഷമാണ് നഗരസഭയുടെ നടപടി. പകരം ഗാന്ധി പാർക്കിൽ നടത്താം എന്നാണ് നഗരസഭയുടെ നിലപാട്. പരിമിതമായ സൗകര്യങ്ങളുള്ള ഗാന്ധി പാർക്കിന് അനുമതി നൽകിയതിനു പിന്നിൽ ഗൂഢാലോചന സംശയിക്കുന്നതായി മാർഗനിർദ്ദേശക മണ്ഡലം ഭാരവാഹികൾ പറഞ്ഞു. സംഭവിച്ചത് ഇപ്പോൾ കേരളത്തിലെ സന്യാസിമാർ ഈ ധർമ്മസന്ദേശയാത്രയായിട്ട് ഇറങ്ങിയപ്പോൾ അതുണ്ടാക്കിയിരിക്കുന്ന അലകൾ ചില കേന്ദ്രങ്ങളിൽ എത്തിയിട്ടുണ്ട് എന്നതിൻ്റെ ഒരു പ്രത്യേക സൂചനയായിട്ടാണ് അതിനെ മനസ്സിലാക്കാൻ കഴിയുന്നത്. എല്ലായിടത്തും ഭരണകൂടം ഹിന്ദു സമാജത്തോട് അത്ര കണ്ട് നീതി പുലർത്തുന്നില്ല എന്ന കാര്യങ്ങൾ നമ്മൾ ഈ യാത്രയിലുടനീളം പൂജനീയ ചിദാനന്ദപുരി സ്വാമിജി ധർമ്മസന്ദേശമൊക്കെ പറയുമ്പോൾ അതിലൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇനി ഹിന്ദു സമാജത്തിൽ എല്ലാവരും കൂടെ കൂടുന്ന മീറ്റിങ്ങിൽ എല്ലാവരും അറിയാൻ ഇടവരരുത് എന്നാഗ്രഹിച്ചിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ എല്ലാവരും കൂടെ എത്തിച്ചേർന്നിട്ട് ഇടിച്ചു കൂടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കണം. അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അപകടമോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാകണമെന്നായിരിക്കാം ചിലപ്പോൾ ഭരണകൂടം ആഗ്രഹിക്കുന്നത്. എന്തായാലും വളരെ ദൗർഭാഗ്യകരമായിപ്പോയി. പണം അടച്ച് അതിൻ്റെ രസീതെല്ലാം കൈപ്പറ്റിയതിന് ശേഷമാണ് ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ ഇങ്ങനെ പറ്റില്ല എവിടെയെങ്കിലും ചെയ്തോണമെന്ന് പറയുമ്പോൾ ആകെപ്പാടെ നമ്മളത് ബുക്ക് ചെയ്തു, അതിനുശേഷം നോട്ടീസുകൾ തയ്യാറാക്കി എല്ലാവരെയും അറിയിച്ചു തുടങ്ങി എല്ലാം നമുക്ക് ലാപ്സായി പോയി. അപ്പോൾ അവിടെയാണ് നമ്മൾ ചെറിയൊരു ഒരു ഗ്രൗണ്ടിലേക്കാണ് ഇപ്പം മൈതാനത്തേക്കാണ് ഇപ്പം നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അവിടെ ആൾ കൂടുമ്പോൾ താങ്ങാൻ പറ്റുമോ നമുക്കറിയില്ല. ഇതിനെന്തെങ്കിലും പറയുന്ന രീതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ അതേപടി അതുപോലെ തന്നെ അതുകൊണ്ട് ഉത്തരവാദിത്വം ഈ ഭരണകൂടത്തിനാണ്. ആരാണോ ഈ കോർപ്പറേഷൻ ആണെങ്കിൽ കോർപ്പറേഷൻ ആരാണോ ഇത് മാറ്റിക്കളഞ്ഞത് അവർക്കായിരിക്കും ഇതിൻ്റെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരവാദിത്വം. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, ധർമ്മ സന്ദേശയാത്രയുടെ സമാപന സമ്മേളനം പുത്തരിക്കണ്ടം മൈതാനിയിൽ നടത്താനുള്ള അനുമതി നിഷേധിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം നഗരസഭ. പകരം വളരെ പരിമിതമായ സ്ഥലമുള്ള ഗാന്ധി പാർക്കിൽ നടത്താം എന്നാണ് നഗരസഭയുടെ നിലപാട്. ഇതിന് പിന്നിൽ വ്യക്തമായ ഒരു ആസൂത്രണം തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നില്ലേ? രോഹിണി, തീർച്ചയായും അങ്ങനെ വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഒക്ടോബർ 7-ാം തീയതി കാസർഗോഡ് നിന്നാണ് ധർമ്മസന്ദേശയാത്ര ആരംഭിക്കുന്നത്. 21-ാം തീയതി ഇന്ന് സമാപിക്കുന്ന രീതിയിൽ നേരത്തെ തന്നെ മുൻകൂട്ടി ആസൂത്രണം ചെയ്യുകയും പ്ലാൻ ചെയ്യുകയും ചെയ്താണ് ഈ യാത്ര ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേഡിയം ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായി, മൈതാനം ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായി നേരത്തെ തന്നെ നഗരസഭയെ സമീപിക്കുകയും ഇതിൻ്റെ നടപടിക്രമങ്ങളുമായി ഈ ധർമ്മസന്ദേശയാത്രയുടെ ഭാരവാഹികൾ മുന്നോട്ട് പോവുകയും ചെയ്തു. എന്നാൽ ആ സമയത്ത് പണമടച്ച് രസീത് വാങ്ങിക്കൊണ്ട് അനുമതി നൽകുകയും ചെയ്തു. അതിനുശേഷമാണ് പരിപാടി തുടങ്ങാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ നഗരസഭയുടെ ഭാഗത്തു നിന്നും അനുമതി നിഷേധിക്കുന്ന ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ സ്കൂൾ കായികമേള നടക്കുന്നതിൻ്റെ കാരണം പറഞ്ഞുകൊണ്ടാണ് അനുമതി നൽകാൻ സാധിക്കില്ല എന്ന് പറയുന്നത്. ഇതാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രതിഷേധത്തിനിടയാക്കിയ സാഹചര്യം. നമുക്കറിയാം, സ്കൂൾ കായികമേള തീരുമാനിച്ചിട്ട് മാസങ്ങൾക്ക് മുമ്പ് സംസ്ഥാനത്ത് സ്കൂൾ കായികമേള നടക്കുമ്പോൾ തീരുമാനിക്കും, അതിൻ്റെ ഗ്രൗണ്ടുകളടക്കം തീരുമാനിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു സമീപനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ നഗരസഭയുടെ ഭാഗത്തുണ്ടായി എന്നതാണ് ചോദ്യമായി ഉയരുന്നത്. കാരണം നേരത്തെ കൂട്ടി തന്നെയാണ് ഈ മാർഗനിർദ്ദേശക മണ്ഡലിൻ്റെ ഭാരവാഹികൾ ഇതുമായി ബന്ധപ്പെട്ട ഈ സമാപന സമ്മേളനം നടക്കുന്നതുമായി ബന്ധപ്പെട്ട അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുകയും നഗരസഭയെ സമീപിക്കുകയും ചെയ്തത്. അവിടെ നിന്നാണ് നഗരസഭ പണം സ്വീകരിച്ചുകൊണ്ട് അതിൻ്റെ അനുമതി നൽകുന്നത്. അനുമതി നൽകിയതിനു ശേഷമാണ് ഇത്തരത്തിലൊരു സമീപനം ഉണ്ടായിരിക്കുന്നത്. അതായത് ഒക്ടോബർ 7-ാം തീയതി കാസർഗോഡ് നിന്നും ധർമ്മസന്ദേശയാത്ര ആരംഭിച്ചതു മുതൽ വലിയ സ്വീകാര്യത യാത്രയ്ക്ക് ലഭിക്കുന്നു. വലിയ രീതിയിലുള്ള മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നു. ധർമ്മസന്ദേശയാത്രയിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം അത് ഹൈന്ദവ സമൂഹത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. മാത്രമല്ല, നിലവിലെ സാഹചര്യം ഈ ദേവസ്വം ബോർഡിൻ്റെ അടക്കം ശബരിമലയിലെ സ്വർണ്ണ കൊള്ളയടക്കമുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്നു. ഈ വിഷയങ്ങളെല്ലാം പൊതുജനങ്ങൾ, ഭക്തർ, ഹൈന്ദവ വിശ്വാസികളെല്ലാവരും ചർച്ച ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. മാത്രമല്ല, ഈ യാത്രയുടെ ഒരു യാത്രയുടെ ഉദ്ദേശം അത് യഥാർത്ഥ രേഖയിൽ യഥാർത്ഥ തലത്തിലേക്ക് നീങ്ങുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതോടുകൂടിയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് സംസ്ഥാനത്തെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നായാലും ശരി, അധികാരി വൃന്ദങ്ങളുടെ ഭാഗത്തായാലും ശരി, ഇത്തരത്തിൽ ഇളക്കം സംഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതുകൊണ്ടുള്ള പ്രതികാര നടപടിയാണോ എന്ന് സംശയിക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ എത്തപ്പെട്ടിരിക്കുന്നത്. ഏതായാലും മറ്റൊരു തലത്തിലേക്ക്, അതായത് പരിമിതമായ സൗകര്യമുള്ള ഗാന്ധി പാർക്കിലേക്കാണ് ഈ സമാപന സമ്മേളനം മാറ്റാൻ പറയുന്നത്. നമുക്കറിയാം, തിരുവനന്തപുരത്ത് എത്തിയവർക്കും തിരുവനന്തപുരത്ത് വന്നവർക്കും തിരുവനന്തപുരം നിവാസികൾക്ക് അടക്കം അറിയാൻ കഴിയും ഗാന്ധി പാർക്കിൻ്റെ അവസ്ഥ എങ്ങനെയാണ്.
സഭയാണ്. എത്ര പേരെ ഗാന്ധി പാർക്കിൽ ഉൾക്കൊള്ളാൻ കഴിയും എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയാം. എന്നിരിക്കെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള തിരുവനന്തപുരം മുതൽ ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജനങ്ങളെത്തുമ്പോൾ, ഭക്തരെത്തുമ്പോൾ, ഹൈന്ദവ വിശ്വാസികളെത്തുമ്പോൾ അവരെ ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിലേക്കുള്ള ഒരു സ്ഥലപരിമിതിയുള്ള സ്ഥലത്തേക്ക് ഈ സമ്മേളനം മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ചിലവുകൾ ഇതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് അടക്കം അച്ചടിച്ചുകൊണ്ടാണ് സമ്മേളനത്തിൽ തുടങ്ങുന്നത്. അതായത് പുത്തരിക്കണ്ട മൈതാനത്ത് സമാപിക്കും എന്ന നോട്ടീസിലടക്കം അച്ചടിച്ച് കൊണ്ടാണ് ഈ നടപടിക്രമങ്ങളിൽ മുന്നോട്ട് പോയത്. അപ്പോൾ പെട്ടെന്ന് ഇത് മാറ്റുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടത്തിന് അടക്കം കാരണമാകും. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഏറ്റവും തിരക്കേറിയ ഭാഗമാണ് ഈ കിഴക്കേക്കോട്ട ഭാഗം എന്ന് പറയുന്നത്, ഗാന്ധി പാർക്കിൻ്റെ ഭാഗം എന്ന് പറയുന്നത്. അവിടേക്ക് ഇത്ര കണ്ട ആളെത്തുമ്പോൾ, ജനങ്ങളെത്തുമ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലേക്ക് എത്തുകയും മറ്റെന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാരണം, അതായത് ഇതിലേക്ക് എത്തിച്ചതിന് നഗരസഭയ്ക്ക് ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നും മാർഗനിർദ്ദേശക മണ്ഡലിൻ്റെ ഭാരവാഹികൾ പറയുന്നു. കാരണം ഇതിന് സൃഷ്ടിച്ചത് ഈ നഗരസഭയാണ്. നഗരസഭയുടെ കെടുകാര്യസ്ഥതയും അനാസ്ഥയുമാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളിലേക്കൊക്കെ എത്തിക്കുന്നതിന് കാരണമായി തീരുന്നത് എന്നും ഈ മാർഗനിർദ്ദേശക മണ്ഡൽ ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് വൈകിട്ടാണ് മാർഗനിർദ്ദേശക മണ്ഡലിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ധർമ്മസന്ദേശ യാത്രയുടെ സമാപനം നടക്കുന്നത്. സീതാനന്ദപുര സ്വാമി അടക്കമുള്ളവർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു വലിയ യാത്ര, വലിയ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഹൈന്ദവ മുന്നേറ്റം ലക്ഷ്യമാക്കിക്കൊണ്ട് സമൂഹത്തിലുണ്ടാകുന്ന അരക്ഷിതാവസ്ഥ, സമൂഹം ഇന്ന് ലഹരിയുടെ അടക്കം അടിമപ്പെട്ടുകൊണ്ട് കുടുംബത്തിൻ്റെ അരക്ഷിതാവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ കുടുംബത്തോടൊപ്പം തന്നെ സമൂഹവും ഉയരണമെന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടൊരു ധർമ്മസന്ദേശ യാത്ര നടക്കുന്നു. അതോടൊപ്പം തന്നെ ശബരിമലയിലടക്കം നടക്കുന്ന വിഷയങ്ങളെ ഇതിൽ ചർച്ചയായി വെക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു യാത്ര നടക്കുമ്പോഴാണ് ഇത്തരത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകുന്ന തിട്ടൂരം അല്ലെങ്കിൽ പ്രതികാര നടപടി എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അനുമതി നിഷേധിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പരാതിയായിട്ടും വിമർശനങ്ങളായിട്ടും ഉയരുന്നത്. രോഹിണി. ശരി പ്രശാന്ത്, വ്യക്തമാണ്. ധർമ്മസന്ദേശ യാത്രയുടെ സമാപന സമ്മേളനം പുത്തരിക്കണ്ട മൈതാനിയിൽ നടത്താനുള്ള അനുമതി നിഷേധിച്ച തിരുവനന്തപുരം നഗരസഭയുടെ പ്രവൃത്തി വിമർശനങ്ങൾക്ക് വിധേയമാകുകയാണ്. കാരണം വളരെ പരിമിതമായ സ്ഥലമുള്ള ഗാന്ധി പാർക്കിൽ നടത്താം എന്ന് നഗരസഭ നിലപാടെടുക്കുമ്പോൾ ഇത് കൃത്യമായ ഒരു ഗൂഢാലോചനയും ആസൂത്രണത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു നിലപാടിലേക്ക് നഗരസഭ എത്തിയത് എന്നുള്ള വിമർശനങ്ങൾ കൂടി ഉയരുന്നുണ്ട്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്.